സിദ്ദിഖ് ലാലിന്റെ സിനിമകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരുന്നു ആ സമയത്ത്. അതെ. ഈ പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പൊ കടലറിയില്ല കരയറിയില്ല രവീന്ദ്ര എനിക്ക് കിട്ടിയ ഉഗ്രൻ സോങ് ആയിരുന്നു. സൂപ്പർ പരിപാടിയാണ്. മനോജ് കെ ജയൻ സാറും നിങ്ങളുടെ റൊമാൻസ്, സത്യത്തിൽ ഞാൻ ആ പാട്ടിൽ ആ റൊമാൻസ് കണ്ടിട്ട് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു പാട്ടാണ്. പാട്ടും ഭയങ്കര രസമാണ്. എനിക്ക് രവീന്ദ്ര മാഷാണ് എന്നോട് ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞു, ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ വാണിയുടെ. അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അതൊരു വലിയൊരു സന്തോഷം തരുന്നൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ ആന്റണി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എനിക്കൊരു അവാർഡ് തന്നിരുന്നു. അപ്പോൾ ആന്റണി സാർ, ഈ വാണി വിശ്വനാഥനെ ഒന്ന് ജീവനോടെ കാണാനാണ് വന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ചില സന്തോഷങ്ങൾ, മറക്കാത്ത സന്തോഷങ്ങളാണ്. അതെ, ഒത്തിരി പടങ്ങളുണ്ട്. ഇപ്പം നഗരവധു, മംഗലം വീട്ടിൽ മാനസിക എന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങളുടെ പേരുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വരും. ഇത്രയും പടങ്ങളൊക്കെ വിട്ടിട്ട് ഇപ്പൊ തെലുങ്കും തമിഴിലും കന്നഡയിലും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മലയാളത്തില് ഞങ്ങൾക്ക് ആ ബ്രേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമ്പോൾ തുടരും എന്ന് വിശ്വസിക്കുന്നു. ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റ്, അതായത് ഒരുപാട് ബിസി ആവണം അങ്ങനെയൊന്നുമില്ല. നല്ല ക്യാരക്ടറുകൾ ചെയ്യണമെന്നുണ്ട്. അതിലൂടെ ബിസി ആവണമെങ്കിൽ ആവട്ടെ, നല്ല ക്യാരക്ടറുകളിലൂടെ ബിസി ആവണമെങ്കിൽ ആവട്ടെ. അല്ലാതെ ബിസിക്ക് വേണ്ടിയിട്ട് ക്യാരക്ടറുകൾ ചെയ്യില്ല, നല്ല ക്യാരക്ടറുകൾ ചെയ്യണമെന്നുണ്ട്. ഇതിൽ സ്ക്രീൻ സ്പേസ് കുറവാണ്. ക്യാരക്ടർ ഉഗ്രൻ ക്യാരക്ടർ, നല്ല ക്യാരക്ടറാണ്. ഈ സമുദ്രകന്യായിട്ടൊക്കെ കോംബോ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ നേർക്ക് നിൽക്കുമായിരിക്കും എല്ലാവരും. ഷൈൻ ടോം ആൻഡ് ശ്വാസിക അവരൊക്കെ ആയിട്ട് ഒരു ക്ലൈമാക്സിൽ വരുമ്പോഴുണ്ട്. ഈ കുറച്ച് കഴിഞ്ഞിട്ട് വരണോണ്ട് ഈ പ്രൊഡക്ഷനൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ആ മാറ്റങ്ങളൊക്കെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തത്? അല്ല, ഞാൻ സിനിമ വിട്ടു നിന്നാലും സിനിമ കാണാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് സിനിമയെ പറ്റി ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇവർക്കൊരു മാറ്റം വന്നത്, നമ്മുടെ മലയാള സിനിമയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടല്ലോ, ഒരു ഹെൽത്തി ആയിട്ടുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്. എന്നിലൂടെയും ഒരു മാറ്റം വരുത്തി അഭിനയിക്കണം എന്നും ഒരു ആഗ്രഹമുണ്ട്. അതേ പാറ്റേൺ അല്ലാതെ ഒരു പോലീസ് ഓഫീസർ തന്നെ, എൻ്റെ ഒരു 4 പോലീസ് ഓഫീസർ എടുത്താലും അതിലൊരു വ്യത്യാസം അഭിനയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം കൊണ്ടുവരണമെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂജൻ പിള്ളേരുടെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിലൊരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ വരുമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല, എങ്കിലും അത് സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയേണ്ട അഭിപ്രായം. ഈ 2 Men കാണുന്ന സമയത്ത് ഭാരത് സർക്കസിനും അത്യാവശ്യം അപ്രീസിയേഷൻ കിട്ടിയിട്ടാണ്. പക്ഷേ 2 Men കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ എഡിറ്റിംഗ് പാറ്റേണൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിലുപരി എന്തുകൊണ്ടാണ് നിങ്ങൾ തുടർന്ന് അഭിനയിക്കാത്തത്? എന്താ കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യാത്തതെന്നാണ് എനിക്ക് തോന്നിയത്. എന്നെ ആരും വിളിക്കുന്നില്ല. ഞാൻ അല്ല, തീർച്ചയായിട്ടും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എന്നെ സംബന്ധിച്ചോളം സിനിമ എപ്പോഴും ഒരു പാഷനാണ്. ഞാൻ ഇന്നും ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനാണ് എനിക്ക്. ആൻഡ് ആക്ടിങ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഞാൻ എപ്പോഴും ഡയറക്ഷനിനോടാണ് എനിക്ക് താല്പര്യം. എഴുതാനും ഡയറക്റ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അഭിനയം എനിക്ക് വഴങ്ങുന്നൊരു വിഷയമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പേ എനിക്കറിയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. പക്ഷെ ഞാനായിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് എനിക്ക് നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വേഷം എന്നെ തേടി വന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് സുജിത് എസ് നായരുടെ മധുബാൽ സ്ക്രിപ്റ്റ് എഴുതിയ വാക്കെന്ന് പറഞ്ഞ സിനിമ, ഞാനും മനൂഹാസനും സുരാജ് വെഞ്ഞാറുമാണ്. അത് ഇറങ്ങിയിട്ടില്ല, ഒരു ഓഫ് ബീറ്റ് മൂവിയായിരുന്നു. അത് എനിക്ക് അവാർഡ് കിട്ടിയിരുന്നു, ക്രിട്ടിക്സ് അവാർഡ്. അതായത് ശ്രദ്ധിക്കില്ല. പിന്നെ എൻ്റെ പേഴ്സണൽ PR വളരെ മോശമാണ്. ഞാനതിനൊന്നും നിൽക്കാറില്ല. രജനീഷ് അറിയാമല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ രജനീഷിനെ വിളിക്കുന്നത്. അറിയില്ല, ഇത് ഈ പടമായിട്ട്. കാരണം ഈ പടത്തിൽ എനിക്ക് 24/7 ഈ പടത്തിൻ്റെ പുറകെ നിൽക്കുന്നത് കൊണ്ടും ഈ പടം ജനങ്ങളിലേക്ക് എത്രയെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ വാണിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ വാണി ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല, നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നതിനകത്ത്. അപ്പോൾ ഈ പിന്നെ സിനിമയുടെ ഈ കാര്യം താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ ആ വാക്ക് ഉൾപ്പെടെയുള്ള കുറച്ച് സൗഹൃദത്തിൻ്റെ പുറത്ത് കുറച്ച് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ വലിയ ചിറകുള്ള പക്ഷികളിൽ ഒറ്റ സീനിൽ വരുന്ന അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മരിച്ചുപോയ MG രാധാകൃഷ്ണൻ ആയിരുന്നു ക്യാമറ. സുപ്രീം കോടതിയിലെ ഒരു DYFI ലോയറായിട്ടായിരുന്നു. ഫുൾ ഇംഗ്ലീഷാണ്, അത് സിങ് സൗണ്ടാണ്, ഒറ്റ ഷോട്ടാണ്. അപ്പോൾ എനിക്കത് ചലഞ്ചിങ് ആയിട്ട് തോന്നി. അതിപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോൾ ഷോറിയിലൊക്കെ ഒരാൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. സതീഷ് എന്നെ, ഈ K സതീഷ്, അദ്ദേഹം പകലിൽ എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, പകലിൽ നഗരം. സതീഷ് വർഷങ്ങളായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണ്. അദ്ദേഹത്തിന് 60ാമത്തെ വയസ്സിലാണ് 2 Men ജനിക്കുന്നത് ആരെങ്കിലും. അപ്പോൾ സതീഷ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ഞാൻ എന്തോ നടക്കാൻ അങ്ങോട്ട് പോയാൽ രാവിലെ വിളിച്ചിട്ടുണ്ട്. സതീഷ് പറഞ്ഞു, സതീഷ് ഇടയ്ക്ക് കഥകളൊക്കെ പറയും. സതീഷ് പറഞ്ഞിട്ടുണ്ട്, 10 മിനിറ്റ് എനിക്ക് ഒരു കഥ കേൾക്കണം. സതീഷ് പറഞ്ഞു, ഞാൻ ഫ്രീയാണ്. അപ്പം ഞാൻ നടക്കുന്നുണ്ട്, ഇത് ചെവിയിൽ വെച്ചിട്ടുണ്ട്. 2 Men കഥ ഇങ്ങനെ പറയുക, മനോഹരമായ കഥ. ഞാൻ പറഞ്ഞു, സതീഷ് അത് കലക്കി. ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബിജു മേനോനെയും ഇന്ദ്രജിത്തിനെയും ഞാൻ വിളിച്ച് പറയാം. ബിജുവിൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ല, ഇന്ദ്രജിത്തിൻ്റെ അടുത്ത് ഞാൻ പറയാം. അയ്യോ, അവരൊന്നും വേണ്ട,
എനിക്ക് നിഷാദും ഇർഷാദും മതി എന്ന് പറഞ്ഞു. ഞാനോ എന്ന് പറഞ്ഞു, അല്ല അത് നിങ്ങൾ രണ്ടുപേരെയും വെച്ച് ഞാൻ പടം ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നിൽ അത്രയും വിശ്വാസത്തോടുകൂടിയാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് വെച്ച് സഞ്ജയ് മേനോൻ വേണോ അബൂബക്കർ വേണോ എന്ന് ചോദിച്ചു. അത് നിഷാദും തീരുമാനിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ അബൂബക്കർ, കാര്യം എനിക്ക് പരിചിതമാണ്. ഈ 40 വർഷം മുമ്പ് പുനലൂരുള്ളൊരു സലീം എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ നാൾ സൗദിയിലായിരുന്നു. അയാൾ അതേപോലെ ഞാൻ എടുക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അബൂബക്കർ ഞാൻ ചെയ്തോളാം. ഇർഷാനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇർഷാ ഇങ്ങനെ സബ്ജക്റ്റ് ഉണ്ട് നിന്ന് കേട്ടു പറഞ്ഞു. പക്ഷേ അത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവർ ഇതൊക്കെ ചെയ്തിട്ട് നിൽക്കുക, വോൾഫൊക്കെ ചെയ്തിട്ട് നിൽക്കുക, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇർഷാദും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ മുന്നോട്ട് പോകില്ലേ. ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ് ഡാർവിൻ, മറ്റേ D4ൻ്റെ ആണ്. ഡാർവിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയും ഡാർവിൻ്റെ സബ്ജക്റ്റ് ഉണ്ട്, വലിയ ആർട്ടിസ്റ്റൊന്നുമില്ല, ഈ ഉള്ളവരും ഇർഷാദുമായിട്ട് അഭിനയിക്കുന്നത്, പക്ഷേ കോസ്റ്റ് കുറച്ച് ഗൾഫിൽ വെച്ച് ചെയ്യാം, അതിനുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യാം എന്ന്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പ്രോജക്റ്റ് നടക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റിനെ പറ്റി ഭയങ്കര അഭിപ്രായം വന്നു. ഇവിടെ റിലീസിന് 51 തിയേറ്റർ പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടർ 20 തിയേറ്ററിലെ അത് കളിപ്പിച്ചു, അത് ചവിട്ടി. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അനുഭവം. ദുബായിൽ പ്രത്യേകിച്ച് UAE ഏകദേശം 43ഓളം ഷോസ് അവിടെ സംഘടനകൾ ഏറ്റെടുത്തു. കാര്യം താങ്കൾ ആ സിനിമ കണ്ടാണ്, അന്ന് കണ്ടിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സിനിമയിൽ അബൂബക്കർ ഒരു നോവായി മാറിയെങ്കിൽ എൻ്റെ സമയത്തുള്ളൊരു കലാകാരൻ നിലയിൽ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡ് തന്നെയാണ്. അതുപോലെ ഈ റോഡ് മൂവീസിൻ്റെ സ്റ്റൈലാണ്, അതിൻ്റെ എഡിറ്റിംഗ് പാറ്റേണും അതിൻ്റെ ഒരു സാധനം. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് മലയാളി ആസ്വദിക്കും പോലെയാണ് റോഡ് മൂവീസൊക്കെ ആസ്വദിക്കുന്നത്. നമ്മൾ ഏത് നാട്ടിലുള്ള റോഡ് മൂവി ആണെങ്കിലും നമ്മൾ കണ്ടിരിക്കും, മലയാളി കാണും, അതാണ് ഭയങ്കര പ്രത്യേകത. അപ്പം നമ്മുടേതായ ഒരു സിനിമ വരുമ്പോൾ നമ്മളും ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷേ ഇപ്പോഴും ആളുകൾ ട്യൂമിൻ്റെ കാര്യത്തിൽ എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് ദുബായിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ വലിയ ഭാഗ്യം തന്നെയാണ്. ഈ സിനിമാ ആസ്വാദനത്തിൻ്റെ നിലവാരം മലയാളിയുടെ മാറി, അപ്ലിഫ്റ്റ് ചെയ്തു. നമ്മൾ കുറേ തരത്തിലുള്ള സിനിമകളും ചെയ്യുന്നുണ്ട്, ഇതൊക്കെ സാഹൂതം കാണുന്നുണ്ട്. ചില സിനിമകളൊക്കെ നമ്മൾ രാജ്യാന്തരവും ലോകത്താകമാനം ശ്രദ്ധിക്കുന്ന രീതിയിലൊക്കെ ഇപ്പോഴത്തെ മലയാളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ, കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ, എല്ലാവരും കാണല്ലേ. അത് തന്നെ വലിയൊരു അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവുമല്ലോ. സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും സിനിമയെ ഭയങ്കരമായിട്ട് പിന്നെ സിനിമ കാണാറുണ്ട്. എനിക്ക് ഓടാത്ത പടങ്ങളാണെന്ന് പറഞ്ഞാലും അത് ഇഷ്ടമുള്ള പടം. മലയാള പടങ്ങൾ കണ്ടിട്ട് മാത്രമേ ഞാൻ ബാക്കിയുള്ള പടങ്ങൾ, വലിയ പടങ്ങൾക്കായാലും പോവുള്ളൂ. എനിക്ക് മലയാള പടങ്ങൾ കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ള ഒരു സംഭവം. ഈ കന്നഡയും തെലുങ്കിലും തമിഴിലും ഒക്കെ സജീവമായിട്ട് നിന്നൊരു കാലമുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു ആർട്ടിസ്റ്റ് മാറി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളിലായിരിക്കും നമ്മൾ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിലും ഒരു കലാകാരി എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് മിസ് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു മിസ് ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അതിലും സന്തോഷമുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്കത് മിസ്സാവില്ല. അതിൽ ദുഃഖമുള്ള കാര്യത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്കിത് മിസ്സാവുക. അപ്പം എൻ്റെ മക്കൾ എന്ന് പറയുന്നത് എനിക്ക് അതിലും കൂടുതൽ സന്തോഷം തന്ന ഒരു, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കിത് മിസ്സായ പോലെ തോന്നിയില്ല. ഇപ്പോൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള അതോടുകൂടി വരണം എന്നും ഉണ്ടായിരുന്നു ആഗ്രഹം. എന്നെ പ്രേക്ഷകർ എന്ത് ക്യാരക്ടറിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ അതുപോലെ തന്നെ വരണം എന്ന്. ഈ 3 പടങ്ങളും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പടങ്ങൾ